PMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. PM ശ്രീ പിണറായി വിജയൻ ബിനോയ് വിശ്വം ചർച്ച പദ്ധതിയിൽ പിന്നോട്ടില്ലെന്ന് CPIM. PM ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ചർച്ച നടത്തും. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനിടയിൽ വെച്ചാണ് ചർച്ച നടത്തുവാൻ സന്നദ്ധ അറിയിച്ച് മുഖ്യമന്ത്രിയുടെ വിളി വന്നത്. ചർച്ച കഴിയുന്നതുവരെ മറ്റ് തീരുമാനങ്ങളിലേക്ക് പോകരുതെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച കഴിഞ്ഞ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും വീണ്ടും ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും പങ്കെടുക്കുന്ന അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. PM ശ്രീയിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് സെക്രട്ടേറിയറ്റ് തീരുമാനം. PM ശ്രീയുമായി CPIM മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചു. LDFന്റെ ഭാഗമാണ് CPIയും CPIMുമെന്നും മുഖ്യമന്ത്രി വിളിച്ചാൽ വിഷയം ചർച്ച ചെയ്യുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. PM ശ്രീയിൽ ശരിയായ നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CPIയുടെ കമ്മിറ്റി കൂടുവാൻ പോവുകയാണെന്നും ആ കമ്മിറ്റി ആശയപരമായും രാഷ്ട്രീയമായും ഏറ്റവും ശരിയായ തീരുമാനം കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മെസ്സിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. മുഖം തിരിച്ച് കായികമന്ത്രി, മാധ്യമങ്ങളോട് തട്ടിക്കയറി AC മൊയ്തീൻ MLA. ഫുട്ബോൾ താരം മെസ്സി വരുമെന്ന പ്രചാരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി കായികമന്ത്രി V അബ്ദുറഹ്മാൻ. കലൂർ സ്റ്റേഡിയം നവീകരണ വിവാദം കത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കായിക വകുപ്പിന്റെ പ്രതികരണം തേടിയ മാധ്യമങ്ങളെ മന്ത്രി V അബ്ദുറഹ്മാൻ പാടെ അവഗണിച്ചു. സ്റ്റേഡിയം നവീകരണത്തിൽ കോൺഗ്രസും BJPയും അഴിമതി സംശയിക്കുക കൂടി ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രി ചോദ്യങ്ങളോട് മൌനം തുടരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. മന്ത്രിയോട് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതിനിടെ AC മൊയ്തീൻ MLAയും പോലീസ് ഉദ്യോഗസ്ഥരും മന്ത്രിക്ക് പ്രതിരോധം തീർക്കുകയും ചെയ്തു. കലൂർ സ്റ്റേഡിയം നവീകരണത്തിനായുള്ള കരാർ വ്യവസ്ഥയിൽ ദുരൂഹതയുണ്ട് എന്നാണ് കോൺഗ്രസും BJPയും ആരോപിക്കുന്നത്. സ്പോൺസർ കമ്പനിയുമായി GCDIക്കുള്ള കരാറിന്റെ പകർപ്പ് പുറത്തുവിടണമെന്ന് ഹൈബി ഈഡൻ MP ആവശ്യപ്പെട്ടു. മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയുവാൻ കായിക കേരളത്തിന് താൽപര്യമുണ്ട്. അതിനാൽ അനിശ്ചിതത്വം മാറുവാൻ GCDA കാര്യങ്ങൾ വിശദമാക്കണമെന്ന് ഹൈബി ഈഡൻ ആവശ്യപ്പെട്ടിരുന്നു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന്റെ ഭാവി പോലും ചോദ്യചിഹ്നത്തിലാകുന്ന ഒരു അവസ്ഥ പോലും നിലനിൽക്കുന്നുണ്ടെന്നും ഹൈബി ഈഡൻ പറഞ്ഞിരുന്നു. സ്വകാര്യ ബസ് ജീവനക്കാരുടെ ലഹരി ഉപയോഗം ഇന്നു മുതൽ പ്രത്യേക സ്ക്വാഡ് പരിശോധന. ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജുവിന് ചുമതല. സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ വ്യാപകമായി ലഹരി ഉപയോഗിക്കുന്നുവെന്ന ശബ്ദ സന്ദേശം മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. ഇന്നു മുതൽ സ്വകാര്യ ബസ്സുകളിൽ പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തണമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉത്തരവിട്ടു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജുവിന് ചുമതല നൽകി. ലഹരി ഉപയോഗിക്കുന്നുവെന്ന് കണ്ടെത്തിയ ലൈസൻസ് റദ്ദാക്കും. കാരുണ്യ യാത്രയുടെ പേരിൽ പണം പിരിച്ച് ഡ്രൈവർ MDMA വാങ്ങിയെന്ന ഞെട്ടിപ്പിക്കുന്ന ശബ്ദ സന്ദേശമാണ് ഇന്നലെ പുറത്തുവന്നത്. ആലുവയിലെ ചങ്സ് ഡ്രൈവേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരുന്നു സന്ദേശമിട്ടത്. മാധ്യമ വാർത്ത പുറത്തുവന്നതോടെ ഗൌരവം തിരിച്ചറിഞ്ഞ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഇടപെടൽ. ഇന്നു മുതൽ പ്രത്യേക പരിശോധനയ്ക്കായി സ്ക്വാഡ് രൂപീകരിച്ചു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജുവിനാണ് ചുമതല. വാട്സ്ആപ്പ് സന്ദേശം കൃത്യമായി പരിശോധിക്കും. സ്വകാര്യ ബസ് ജീവനക്കാർ ലഹരി ഉപയോഗിച്ചോ, ഉണ്ടെങ്കിൽ എവിടെ നിന്ന്, എങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരും. എക്സൈസിനെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും പരിശോധന. ലഹരി ഉപയോഗം കണ്ടെത്തിയാൽ ഇതുവരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി മുതൽ റദ്ദാക്കും. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കർശന നടപടിയിലേക്ക് കടക്കുക. കണ്ടക്ടർമാരിൽ പലർക്കും ലൈസൻസ് ഇല്ലെന്നും ജീവനക്കാർ കഞ്ചാവ് ഉപയോഗിച്ചാണ് ബസ്സിൽ കയറുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജീവനക്കാരുടെ വാട്സ്ആപ്പിൽ നിന്ന് തന്നെ ചോർന്നത്. കരൂർ ദുരന്തം മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും പരിക്കേറ്റവരെയും കണ്ട വിജയ് കൂടിക്കാഴ്ച സ്വകാര്യ ഹോട്ടലിൽ. കരൂരിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ്. മഹാബലിപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് കൂടിക്കാഴ്ച പുരോഗമിക്കുന്നത്. കരൂർ ദുരന്തമുണ്ടായി ഒരു മാസമാകുമ്പോഴാണ് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും പരിക്കേറ്റവരെയും വിജയ് കാണുന്നത്. കരൂരിൽ നിന്നും പ്രത്യേക ബസ്സുകളിൽ ഇന്നലെ രാത്രി തന്നെ ഇവരെ മഹാബലിപുരത്തെ ഹോട്ടലിൽ എത്തിച്ചിരുന്നു. 50-ലധികം മുറികളിലായി താമസിക്കുന്ന ഓരോ കുടുംബത്തെയും വിജയ് റൂമിലെത്തി കാണുകയാണ്. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വിജയ് പ്രത്യേകം ചോദിച്ചറിഞ്ഞ് നടത്തിക്കൊടുക്കുമെന്ന് TVK പറയുന്നു. കരൂരിലേക്ക് പോകാതെ ദുരന്തബാധിതരെ ചെന്നൈയിലേക്ക് എത്തിച്ചതിൽ DMK നേതാക്കളടക്കം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അപകടത്തിൽ അന്വേഷണം ആരംഭിച്ച CBI TVK ജനറൽ സെക്രട്ടറി N ആനന്ദ്, ജോയിന്റ് ജനറൽ സെക്രട്ടറി CT നിർമ്മൽ കുമാർ എന്നിവർക്ക് സമൻസ് അയച്ചു. നാളെ ഇരുവരും CBI സംഘത്തിന് മുൻപിൽ ഹാജരാകണം.
മെസ്സി വരുമെന്ന പ്രചാരണം കലൂരിലെ മരമുറി ചട്ടം പാലിച്ചുകൊണ്ടോ? സ്റ്റേഡിയം നവീകരണത്തിന് കരാറുണ്ടോ? ചോദ്യങ്ങളുമായി ഹൈബി ഈഡൻ. മെസ്സി വരുമെന്ന പ്രചാരണവുമായി ബന്ധപ്പെട്ട കലൂർ സ്റ്റേഡിയം നവീകരണ വിവാദത്തിൽ GCDAയോട് ചോദ്യങ്ങളുമായി ഹൈബി ഈഡൻ MP. സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ തട്ടിപ്പ് നടന്നോ എന്ന് സംശയിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട സ്പോൺസർ കമ്പനിയുമായി കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടോ എന്നും ഉണ്ടെങ്കിൽ കരാറിന്റെ പകർപ്പ് ലഭ്യമാക്കാമോ എന്നും GCDAയോട് കത്ത് മുഖാന്തരം ഹൈബി ഈഡൻ ചോദിച്ചിട്ടുണ്ട്. കലൂരിലെ മരംമുറിയിൽ ഉൾപ്പെടെ ഇതുവരെ തങ്ങൾ മിണ്ടാതിരുന്നത് ലക്ഷക്കണക്കിന് പേർ മെസ്സിയുടെ വരവ് കാത്തിരുന്നതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയുവാൻ കായിക കേരളത്തിന് താൽപര്യമുണ്ട്. അതിനാൽ അനിശ്ചിതത്വം മാറുവാൻ GCDA കാര്യങ്ങൾ വിശദമാക്കണമെന്ന് ഹൈബി ഈഡൻ പറയുന്നു. മെസ്സിയുടെ വരവിനെക്കുറിച്ച് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് യാതൊരു അറിവുമില്ല. കേരള ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് നവാസുമായി സംസാരിച്ചപ്പോൾ ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹവും അറിയിച്ചതെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സ് പോലും കൊച്ചി വിടുകയാണെന്നാണ് കേൾക്കുന്നത്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന്റെ ഭാവി പോലും ചോദ്യചിഹ്നത്തിലാകുന്ന ഒരവസ്ഥ പോലും നിലനിൽക്കുന്നുണ്ടെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. അടിമാലി മണ്ണിടിച്ചിൽ 2 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ. ഇടുക്കി അടിമാലി മണ്ണിടിച്ചിൽ സംബന്ധിച്ച റിപ്പോർട്ട് 2 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ VM ആര്യ മാധ്യമങ്ങളോട്. കാരണം കണ്ടെത്തുവാനുള്ള പരിശോധന ഇന്ന് തുടങ്ങുമെന്നും പരിശോധനയ്ക്കായി വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും VM ആര്യ വ്യക്തമാക്കി. അന്തിമ റിപ്പോർട്ട് 4 ദിവസത്തിനകം കൈമാറും. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെ 2 ദിവസത്തിനകം താൽക്കാലികമായി പുനരധിവസിപ്പിക്കും. KCBയുടെ ഒഴിഞ്ഞുകിടക്കുന്ന ക്വാർട്ടേഴ്സുകളിലേക്കാണ് ഇവരെ മാറ്റുക. ആദ്യഘട്ടത്തിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട 8 പേരെയും ഇതിന്റെ ശേഷം അപകട മേഖലയിൽ കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും മാറ്റും. ക്യാമ്പുകൾ എത്രയും പെട്ടെന്ന് പിരിച്ചുവിട്ട് ആളുകളെ താൽക്കാലികമായ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുവാനുള്ള നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. വീടുകൾ പൂർണ്ണമായി തകർന്ന 8 വീട്ടുകാർക്കാണ് മുൻഗണന നൽകുന്നത് സബ് കളക്ടർ പറഞ്ഞു. മണ്ണിടിച്ചിലുണ്ടായ അടിമാലി കൂമ്പൻപാറയിൽ ഒരു നിർമ്മാണവും നടന്നിരുന്നില്ലെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. മുട്ടിൽ മരമുറി കേസ്. വനം വകുപ്പ് പിടിച്ചെടുത്ത 15 കോടി രൂപ വില നിശ്ചയിച്ച തടികൾ മഴയേറ്റ് നശിക്കുന്നു. വയനാട് മുട്ടിൽ മരമുറി കേസിൽ വനം വകുപ്പ് പിടിച്ചെടുത്ത തടികൾ മഴയേറ്റ് നശിക്കുന്നു. 15 കോടി രൂപ വില നിശ്ചയിച്ച മരങ്ങളാണ് നശിക്കുന്നത്. തുറസായ സ്ഥലത്താണ് ഈട്ടി അടക്കമുള്ള മരങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. മരം ലേലം ചെയ്യുവാൻ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. 5 വർഷമായി മരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് വനം വകുപ്പിന്റെ കുപ്പാടി ഡിപ്പോയിലാണ്. മരങ്ങൾ സംരക്ഷിക്കണമെന്ന ജില്ലാ കോടതി ഉത്തരവും വനം വകുപ്പ് പാലിച്ചില്ല. ലേലം ചെയ്ത് തുക കോടതിയിൽ കെട്ടിവയ്ക്കുന്ന കാര്യത്തിലും വനം വകുപ്പ് തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. മുട്ടിൽ മരമുറി കേസിൽ കർഷകർക്കെതിരായ നടപടിയുണ്ടാകില്ല എന്ന റവന്യൂ മന്ത്രിയുടെ വാദം കേസിലെ മുൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു ഇന്നലെ തള്ളിയിരുന്നു. പ്രതികൾക്ക് മരം നൽകിയ ഭൂവുടമകളായ കർഷകർക്കെതിരെ നടപടിയുമായി റവന്യൂ വകുപ്പ് മുന്നോട്ടു പോകുന്നു എന്നതിന് തെളിവാണ് നൽകിയ നോട്ടീസ് എന്ന് ജോസഫ് മാത്യു മാധ്യമങ്ങളോട് പറഞ്ഞു. വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത മരങ്ങൾ ലേലം ചെയ്ത് തുക പൊതുഖജനാവിൽ സൂക്ഷിക്കുവാനുള്ള നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കേസ് ദുർബലമാണെന്നും പുനരന്വേഷണം നടത്തി പഴുതടച്ച കുറ്റപത്രം നൽകുവാൻ സർക്കാർ ഇടപെടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.